ഹായ് ഗൈസ്, നമുക്കിന്ന് നമ്മുടെ ധാരാവി ഒന്ന് കാണാം. ധാരാവിൽ ആദ്യം തന്നെ കാണുന്നത് കണ്ട നമ്മുടെ ഹമ്മറാണ്. ഇത് മിലിറ്ററി വെഹിക്കിളാണ്. 550 ആണ്. 2001 മോഡൽ 550 ആണ്. അടുത്തതെന്ന് പറഞ്ഞാൽ ഒരു ജിപ്സിയാണ്. ഇത് 96 മോഡൽ ഫുള്ളി മോഡിഫൈഡ് ആണ്. ഗിയറിൻ്റെ റാംഗ്ലർ ഓൾ ടെറൈൻ ടയർ കാര്യങ്ങൾ വരുന്ന വണ്ടിയാണ്. ഇത് അടുത്തത് വരുന്നതെന്ന് പറഞ്ഞാൽ ഇതൊരു 550 ആണ്. ഇതും ഒറിജിനൽ മിലിറ്ററി 550 മോഡിഫൈ ചെയ്തേക്കുന്നതാണ്. സീറ്റ് കാര്യങ്ങൾ, ബക്കറ്റ് സീറ്റ് എല്ലാം കസ്റ്റം ബിൽറ്റാണ്. പൊടിയും ചെടിയൊക്കെ പിടിച്ച് പണ്ടാരടങ്ങി കിടക്കും കേട്ടോ. ഇത് നമ്മൾ ഹമ്മർ പോലെ ചെയ്തിരിക്കുന്ന വണ്ടിയാണ്. എങ്ങനെയുണ്ട് വണ്ടി? കാഴ്ചയ്ക്കും കാര്യങ്ങൾക്കൊക്കെ ഭംഗിയായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇത് 2001 മോഡൽ 550 ആണ്. സിവിൽ ലൈൻ രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ല. ഇത് നമ്മുടെ പഴയൊരു കൈനറ്റിക് സൂമാണ്. ഇതൊരു ബുള്ളറ്റാണ്. എൻ്റെ വിശ്വാസം ശരിയാണ് 80 or 86. ഈ വണ്ടിയിലേക്കെന്ന് പറഞ്ഞാൽ നല്ലൊരു മെറ്റാലിക് പെയിൻ്റാണ് അടിച്ചിരിക്കുന്നത്. ടിയർ ഡ്രോപ്പ് ടാങ്ക് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. മെക്കാനിക്കൽ വർക്കെല്ലാം കംപ്ലീറ്റഡ് ആണ്. ഇത് അടുത്ത 550 ഒറിജിനൽ മിലിറ്ററി വെഹിക്കിൾ തന്നെയാണ്. ആ സമയത്ത് അതായത് 2001 മോഡലിന് മിലിറ്ററിക്ക് വന്നേക്കുന്നുണ്ടോ ജേക്കബ് ടയേഴ്സിൻ്റെ സാൻഡ് കം ഹൈവേ ടയറാണ് വരുന്നത്. ഓൾ ടെറൈനാണ്. 70-16 ടയർ വരുന്നത്. ഇപ്പോൾ ഒറിജിനലായിട്ട് വരുന്ന മിലിറ്ററി എന്ന് പറഞ്ഞാൽ 70-16 ആയിരുന്നു. 70-16 എന്ന് പറയുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി, നമ്മുടെ മസ്തയ്ക്കൊക്കെ വരുന്ന ടയറാണ്. അഡീഷണൽ 2-3 ടയറും ഡ്രമ്മും ഉണ്ട്. അത് ഇവിടെ ഇട്ടേക്കുന്നതാണ്. ഇതെല്ലാം റീസോൾവ് ചെയ്തേക്കുന്നതാണ്. ജസ്റ്റ് സ്റ്റോക്ക് വരുമ്പോൾ ഈ ഒരു കണ്ടീഷനിലായിരിക്കും ടയർ വരുന്നത്. മൊട്ടയായിരിക്കും ചുരുക്കി പറഞ്ഞാൽ. നമ്മുടെ ജിപ്സി. ഈ വണ്ടിയെപ്പറ്റി പറയാനായിട്ടെന്ന് പറഞ്ഞാൽ എനിക്ക് ഒത്തിരി ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു വണ്ടിയാണ്. ഞാൻ ബോംബെയിലായിരുന്ന സമയത്തും അവിടെയൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു വണ്ടിയാണ്. ഈ വണ്ടിക്ക് ഇൻറ്റീരിയറിലേക്ക് കടക്കാം, ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുമ്പോൾ കടക്കാം. ഓട്ടോമാറ്റിക് സൺറൂഫ് കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. മോമോയുടെ ഒറിജിനൽ ടോയ് സ്റ്റിയറിംഗ് ആണ് വണ്ടിക്കുള്ളത്. പിന്നെയെന്ന് പറഞ്ഞാൽ ഈ ലാൻസറാണ്. ഇത് 99 മോഡൽ വണ്ടിയാണ്. ഫുൾ ബോഡി മെറ്റലിലാണ് ചെയ്തേക്കുന്നത്. ഹുഡ് ഇങ്ങനെയാണ് വരുന്നത്. ഫ്രണ്ട് ഞാൻ കാണിക്കാം. ഇവിടെ ഗ്യാസ് സ്പേസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ എത്രത്തോളം ക്ലിയർ ആവുമെന്ന് എനിക്കറിയത്തില്ല. അതാണ് ഫ്രണ്ട് വരുന്നത്. മേളി പായലൊക്കെ പിടിച്ചിരിക്കുന്നു. ഏതായാലും ഈ വണ്ടി ജസ്റ്റ് ഇത് കണ്ടോ, ഡുവൽ എക്സോസ്റ്റ് പണിതിട്ടുണ്ട്. ഈ ഡുവൽ എക്സോസ്റ്റ് പണിതിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതിപ്പോൾ കട്ട് പിടിച്ചിരുന്നു. എന്തൊരു ഫങ്ഷനിലാകുന്നു നോക്കണം. ഇതിങ്ങനെ കറങ്ങുന്ന ടൈപ്പാണ്. അപ്പം അതിൻ്റെ എല്ലാം ഒന്ന് ശരിയാക്കി നോക്കാമല്ലേ പിന്നീട്. ഇതും ഒരു 550 ആണ്. 2001 മോഡലാണ്. മിലിറ്ററി തന്നെയാണ്. മിലിറ്ററി വണ്ടി തന്നെയാണ്. നമ്മൾ തന്നെ പണിതെടുത്ത് ചെയ്തേക്കുന്നതാണ്. എന്നൊക്കെ പറഞ്ഞാൽ 18 ഗേജ് തകിടയിൽ ചെയ്തേക്കുന്നതാണ്. ഇതിനൊരു റേഡിയൻ MT നെക്സൻ്റെ ടയറാണ് കൊടുത്തിരിക്കുന്നത്. ഇതേലും ഇതിൻ്റെയാണ് ഇലക്ട്രിക്കൽ വർക്കും കാര്യങ്ങളെല്ലാം തീർത്തേക്കുന്നത് കേട്ടോ. ഇത്തേൽ നോക്കിയാൽ ബക്കറ്റ് സീറ്റ്സ് ഉണ്ട്, ഇതുണ്ട്. എല്ലാം 4 വീൽ ഡ്രൈവ് തന്നെയാണ് വെഹിക്കിൾസ്. 4 വീൽ ഡ്രൈവാണ്. ഇതാണ്ട് 4 വീൽ ഡ്രൈവ്. 4 വീൽ ഡ്രൈവ് എല്ലാം വർക്കിംഗ് ആണ്. എഞ്ചിൻ വർക്ക്, ഇലക്ട്രിക്കലെല്ലാം തീർക്കും നമ്മൾ കയറ്റിയിട്ടേക്കുന്ന വണ്ടി തന്നെയാണ്. ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ കണ്ടിട്ടില്ലോ.
ആണ് സൈഡ് വ്യൂ. ഫ്രണ്ട് ഇതാണ്. എങ്ങനെയുണ്ട് ഫ്രണ്ട് വണ്ടിയുടെ ഓരോ ഓവറോൾ ലുക്ക്? നല്ലതല്ലേ? ഇത് ഇങ്ങനെ കടക്കുന്നതുകൊണ്ട് പ്രതീക്ഷിക്കൊന്നും വേണ്ട. ജസ്റ്റ് ഒരു എന്നെ ഒന്ന് പെയിൻറ്റിങ് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ശരിക്കും ഒരു വാട്ടർ സർവീസ് ചെയ്ത് ഒന്ന് ഓയിലൊക്കെ മാറ്റിയിട്ടാൽ പുലിക്കുട്ടിയായിട്ട് നമുക്ക് എടുക്കാം. എൻ്റെ കറക്റ്റ് മനസ്സിലാക്കണത് കണ്ട് ഇത് കണ്ടോ, ഡോറ് കണ്ടോ, എത്രത്തോളം സ്മൂത്താന്ന് നോക്കി വെച്ചാൽ മാത്രം മതി. അപ്പോൾ നമുക്ക് വയ്യേ ഇവിടെ ഒരു റൂമുണ്ട്, ആ റൂമിൽ നിന്ന് കയറി നോക്കാം അല്ലേ? വെളിച്ചക്കുറവായിരിക്കും. ഇതാണ് നമ്മുടെ ബുള്ളറ്റുകളുടെ ഇത്. ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു 95 മോഡല് ബുള്ളറ്റാണ്. 95 മോഡല് ബുള്ളറ്റ് പണിയെല്ലാം തീർത്ത് മോഡിഫൈ ചെയ്ത് സെറ്റ് ചെയ്ത് വച്ചേക്കുന്നതാണ്. ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ഒരു ചോപ്പർ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. ജോക്കർ ഗ്രാഫിക്സ് കൊടുത്തിട്ടുണ്ട്. സൈഡ് കവർ കണ്ട് ഇങ്ങനെ വരും ഏകദേശം. ടിയർ ഡ്രോപ്പ് ടാങ്ക്, USD ഫോർക്ക് കാര്യങ്ങളെല്ലാം ഒന്ന് തന്നെ ഉണ്ട്. പിന്നെ ഇതെന്ന് പറഞ്ഞ ഒരു 76 ബുള്ളറ്റാണ്. 76 ബുള്ളറ്റ് എന്ന് പറഞ്ഞാലും അങ്ങനെ അധികം കാണാൻ കിട്ടാറില്ല. ഇത് അത്യാവശ്യം നല്ല ഇത് നടക്കുന്നതാണ്. പിന്നെ ഇതാണ് എൻ്റെ ഫേവറേറ്റ്. ഞങ്ങളിതിനെ കൺസെപ്റ്റ് മിറർ എന്നാണ് ഇപ്പോൾ കോണ്ടാക്ട് ചെയ്ത് വിളിച്ചുകൊണ്ടിരുന്നത്. ഫുൾ മെറ്റൽ ഫിനിഷിംഗ് ആണ്. പിന്നെ ഇത് വേറൊരു ഇത് വാലന്റൈൻസ് ഡേ സ്പെഷ്യലാണ്. വാലന്റൈൻസ് സ്പെഷ്യലാണ്. സോ ടാങ്ക് ശ്രദ്ധിച്ചാൽ മതി, ഹാർട്ടിൻ്റെ ഷേപ്പിലായിരിക്കും ഇരിക്കുന്നത്. പിന്നെ ഇത് ജസ്റ്റ് ഒരു ഹാർലി ടച്ച് ഉണ്ട്. കണ്ടില്ല, സീറ്റ് ഫോർസ്റ്റർ ചെയ്തിട്ടില്ല കേട്ടോ. പിന്നെ ജസ്റ്റ് ഇവിടെ ഒരു ക്യാരർ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തെടുക്കാറുണ്ട്. എന്നാന്ന് ചോദിച്ചാൽ 1958 മോഡൽ എഞ്ചിനാന്ന് തോന്നുന്നു. അതിൻ്റെ പാർട്സാണ് ഗിയർ. പിന്നെ ഇത് 2 ചേസാണ്. ഇതെന്ന് പറഞ്ഞാൽ ഒരു കഫേ റേസർ ടൈപ്പ് പണിതേക്കുന്നതാണ്. ഇതൊരു ചോപ്പർ ചേസ് ടൈപ്പുള്ളൊരു ചേസാണ് രണ്ടാമതിരിക്കുന്നത്. കുറച്ച് ടാങ്ക്, സീറ്റ്സ്, അങ്ങനെ അതുപോലെ കുറച്ച് പാർട്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊരു ഡിയോടെയാണ്. ഇതിപ്പോൾ മറ്റേ സീറ്റ് വെക്കാത്ത അപ്ഹോൾസ്റ്ററി ചെയ്യാത്ത സീറ്റാണ്. ഒരു ഡോറാണ്. എല്ലാവർക്കും ഒരു സംശയം കാണും, എന്തുകൊണ്ടാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം എന്ന്. ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതാണ് ധാരാവി. അപ്പോൾ ധാരാവി എല്ലാവരെയും പരിചയപ്പെടുത്തുക, ധാരാവിയിലുള്ള വണ്ടികളെല്ലാവരെയും പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. ഇതെല്ലാം ഒരു കുറേ വർഷങ്ങളായിട്ട്, ഇപ്പോൾ 4-5 വർഷത്തിന് മുകളിലായിട്ട് സ്റ്റാർട്ടാകാതെ കിടക്കുന്ന വണ്ടികളാണ്. അപ്പോൾ ആദ്യത്തെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ പറ്റുവാണെങ്കിൽ എല്ലാ ആഴ്ചകളിലായിട്ട് തന്നെ, വരുന്ന ആഴ്ചകളിൽ തന്നെ ഈ വണ്ടികളെല്ലാം ഒന്ന് സ്റ്റാർട്ട് ചെയ്യുക. അതിൻ്റെ ഒരു കോൾഡ് സ്റ്റാർട്ട് വീഡിയോ ചെയ്യുക. കോൾഡ് സ്റ്റാർട്ട് വീഡിയോ ചെയ്തതിന് ശേഷം എല്ലാ വണ്ടിയും നിങ്ങളെ ഇൻഡിവിജ്വലായിട്ട് പരിചയപ്പെടുത്തുന്നതായിരിക്കും. ഡീറ്റെയിൽ ആയിട്ട് റിവ്യൂ ഉണ്ടായിരിക്കും. അപ്പോൾ എല്ലാ വണ്ടികളുടെയും തന്നെ റിവ്യൂ, അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം പറയുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് സബ്സ്ക്രിപ്ഷനായിട്ടും ലൈക്കായിട്ടും കമൻ്റായിട്ടും അയയ്ക്കുക. അപ്പോൾ മാക്സിമം എല്ലാ വണ്ടികളുടെ തന്നെ ഫുൾ ഡീറ്റെയിലുമായിട്ട് ചെയ്ത് കാണാമെന്നാണ്. അപ്പോൾ അടുത്ത ആഴ്ച ഒരു വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ എല്ലാവർക്കും ഗുഡ് ബൈ.